എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം കേരളത്തിലെ ചില ആൾക്കാർ അഖിൽമാരാരെ വിളിക്കുന്നത് കേരളത്തിലെ മുന്നേ എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ല ഒരു മനസ്സുണ്ട്. മാത്രമല്ല ഇദ്ദേഹം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ പിന്നോട്ടാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും തനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് താൻ BJP-യിലോട്ട് പോകാത്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. BJP-യുടെ MLA എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് കമന്റ് ഇട്ടു. അപ്പം ഞാൻ അടിയിൽ അവന് പരിഹസിച്ചുകൊണ്ട് മറുപടി കൊടുത്തതാണ്, ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് BJP പോയില്ല, എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവും ഇല്ലാത്ത ഈ രാജ്യത്ത് ഞാൻ പോകാത്തതിനൊരു കാരണമില്ലേ? അപ്പോൾ അത് എന്തോ ഒരു കാരണം എന്നെ BJP-യിലേക്ക് അടുപ്പിക്കുന്നില്ല. ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ BJP-യിലേക്ക് പോകാത്തത്. പക്ഷേ അതേസമയം തന്നെ ഇനി എനിക്ക് BJP-യിൽ പോകുന്നതാണ് നിൻ്റെ ആവശ്യമെങ്കിൽ, കൊട്ടാരക്കര എന്ന് പറയുന്നത് 75% ഹിന്ദുക്കളുള്ള, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 40,000 വോട്ട് കിട്ടിയ, BJP-യെ പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് ജയസാധ്യതയുള്ള, കോൺഗ്രസിൽ ഒരുപാട് വിള്ളലുകളുള്ള ഒരു പ്രദേശമാണെന്ന് അറിയാം. എനിക്ക് നേരത്തെ അറിയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിരുന്നല്ലോ, ഇലക്ഷനിൽ മത്സരിച്ച ആളല്ലേ. അപ്പോൾ എനിക്കിതൊക്കെ അറിയാമല്ലോ. പോകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2 വർഷം